2011 NIA കേസ് ഏറ്റെടുക്കുന്നത്. 4 പേരെ ഒഴിവാക്കി, മക്കോക്ക നിയമം പിൻവലിച്ചു ചെയ്തു. അപ്പോൾ തന്നെ അത് വിമർശന വിധേയമായതാണ്. അതിനുശേഷം ഈ പറയുന്ന കേസിൽ നിന്നും പ്രഗ്യാ സിംഗിനെ ഒഴിവാക്കണമെന്ന് NIA തന്നെ ആവശ്യപ്പെടുന്നു. അത് അസാധാരണമാണ് സാധാരണഗതിയിലുള്ള ഇത്തരം ടെറർ കേസുകളിൽ. അത് കോടതിയാണ് അത് അനുവദിക്കാതിരിക്കുന്നത്. കൂട്ടക്കൂറുമാറ്റങ്ങൾ നമ്മൾ വിചാരണക്കിടെ 37-ലധികം പേർ കൂറുമാറിയ ഒരു സാഹചര്യം അവിടെയുണ്ട്. ജഡ്ജിമാർ വിചാരണകൾക്കും ജഡ്ജിമാർ നിരന്തരം മാറുന്നൊരു സാഹചര്യമുണ്ട്. 2008 നടന്ന സ്ഫോടന കേസിൽ ഈ പറഞ്ഞ വ്യവഹാര കാലയളവിൽ 4-5 തവണ ജഡ്ജിമാർക്ക് സ്ഥലമാറ്റം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ കേസിൻ്റെ ഈ വഴികൾ കൂടി ഈ എല്ലാവരെയും വെറുതെ വിടുമ്പോൾ ചർച്ചയാവില്ലേ ശ്രീനാഥ്? അശ്മി, തീർച്ചയായും. കാരണം 5 ജഡ്ജിമാരാണ് NIAയുടെ 5 ജഡ്ജിമാരാണ് ഈ കേസിൽ ഇതുവരെ വാദം കേട്ടത്. അതിൽ ഏറ്റവും ഒടുവിലെ ജഡ്ജിയാണ് ഇപ്പോൾ വിധി പറയുന്നത്. അങ്ങനെ ദീർഘകാലത്തെ ഒരു വിചാരണ കാലം ഇതിനുണ്ടായിരുന്നു. മാത്രമല്ല 330-ലേറെ സാക്ഷികൾ, അതിൽ 320-ലേറെ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നു, 9-ലേറെ സാക്ഷികളെ ഡിഫൻസ് കൊണ്ടുവന്നു. അങ്ങനെ 330-ലേറെ സാക്ഷികളെ കൊണ്ടുവന്നു. അതിൽ തന്നെ 40-ലേറെ പേർ കൂറുമാറുകയും ചെയ്തു. അതിൽ നിർണായകമായ പല മൊഴികളും ഈ സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ മൊഴികൾ പലതുമാണ്. കാരണം പലരെയും ഈ സമ്മർദ്ദം ചെലുത്തിയാണ്, കസ്റ്റഡിയിൽ വലിയ മർദ്ദനവുമൊക്കെ ഏറ്റുകൊണ്ടാണ് പലരും മൊഴി നൽകിയത് എന്നതൊക്കെയായിരുന്നു വാദം. മാത്രമല്ല ഈ RDX അന്ന് ഈ സ്ഫോടക വസ്തു നിർമ്മിച്ചത് സുധാകർ ചതുർവേദി എന്നയാളുടെ വീട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ അതായിരുന്നു NIAയുടെ കണ്ടെത്തൽ. എന്നാൽ ചില ഉദ്യോഗസ്ഥരുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് വന്നത് ഈ NIA ഈ വീട്ടിലെത്തി പരിശോധന നടത്തുന്നതിന് മുൻപ് തന്നെ ഈ വീട്ടിൽ NIAയുടെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം, ATSന്റെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ് ഒരു മൊഴി. ആ തരത്തിൽ പല മൊഴികളും ഈ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് പോയി. പലരും കൂറുമാറി. 10,000-ലധികം രേഖകളും മറ്റുമൊക്കെ സാക്ഷ്യമായി ഈ തെളിവുകളായി കോടതിക്ക് മുന്നിൽ വന്നതാണ്. പക്ഷേ അതൊന്നും തന്നെ കോടതിയിൽ നിലനിന്നില്ല എന്ന് പറയുമ്പോൾ കേസ് അപ്പാടെ പരാജയപ്പെട്ടു പോയി എന്നത് മാത്രമേ നമുക്ക് ഈ കേസിൽ പറയാൻ വേണ്ടി കഴിയൂ. എന്താണ് പൊട്ടിത്തെറിച്ചത് എന്ന ചോദ്യത്തിനടക്കം ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് കോടതി ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. കാരണം ഈ സ്ഫോടക വസ്തു സ്ഥാപിച്ചത് ഈ LML ബൈക്കിലാണ് എന്നതായിരുന്നു കണ്ടെത്തലെങ്കിലും അതുപോലും ഇവിടെ നിലനിൽക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂറിലേക്ക് ആ അന്വേഷണം പെട്ടെന്ന് നീണ്ടത് എന്ന കാര്യം പോലുമാണ് ഇപ്പോൾ കോടതി മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്ഫോടനം ആര് നടത്തി എന്ന ചോദ്യം നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവിടെ ആ ചോദ്യം അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. 2 പേരെ കൂടി ഈ കേസിൽ പിടികിട്ടാ പുള്ളികളായി 2 പേർ കൂടിയുണ്ട്. അതിൽ NIAയുടെ കുറ്റപത്രത്തിൽ RSS പ്രവർത്തകർ, RSS വർക്കേഴ്സ് എന്ന് മെൻഷൻ പറഞ്ഞിട്ടുള്ള രാംചന്ദ്ര കൽസംഗ്ര, ഒപ്പം സന്ദീപ് ഡാംഗെ എന്നിവരാണ് ഇപ്പോഴും ഒളിവിലുള്ള 2 പേർ. അതിൽ രാംജിയാണ് ഈ ബൈക്ക് കൊണ്ടുവന്ന് നാസിക്കിനടുത്തുള്ള ഈ മലേഗാവിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് എന്നതായിരുന്നു അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. പക്ഷേ അദ്ദേഹത്തെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ രാംജിയുടെ കൈവശമാണ് ബൈക്ക് ഉണ്ടായിരുന്നത് എന്ന കാര്യം ഏതാണ്ട് പ്രഗ്യാ സിംഗ് ഠാക്കൂറും സമ്മതിച്ചതാണ്. പക്ഷേ രാംജിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ 2 പേർ, ഇപ്പോൾ 7 പേർ പ്രതിസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ കോടതിയിൽ ആ വിധി കേട്ടെങ്കിലും 2 പേർ കൂടി ഈ കേസിൽ പിടികിട്ട പുള്ളികളായി ഒളിവിൽ ഇപ്പോഴും കഴിയുകയാണ്. ഏതാണ്ട് 17 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ പോലും 2 പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ, ATSനെ പോലെ മഹാരാഷ്ട്രയിലെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരുള്ള അന്വേഷണ ഏജൻസി, അതിനുശേഷം NIA വന്നു. എന്നിട്ട് പോലും ഈ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ആ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ വിജയിക്കാൻ ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയാതെ പോയി എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ രാവിലെ കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ആവട്ടെ, കേണൽ പുരോഹിത് ആവട്ടെ, മറ്റു പ്രതികളായിക്കോട്ടെ, രമേശ് ഉപാധ്യായ അടക്കമുള്ള പ്രതികളായിക്കോട്ടെ, അവരൊക്കെ തന്നെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് കോടതിയിലേക്ക് അവരൊക്കെ പോയത്. അവരൊക്കെ ചിരിച്ചുകൊണ്ട് ഈ വിധി ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് മുൻകൂട്ടി കണ്ട കണക്കെയാണ് അവർ വളരെ സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ കോടതിക്ക് അകത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. മാത്രമല്ല ഈ 2016 NIA പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ നടത്തിയ ശ്രമമൊക്കെ മുന്നിലുള്ളപ്പോൾ നമ്മളും ആ തരത്തിലൊരു വിധി നമ്മൾ പ്രതീക്ഷയാണ്. അന്വേഷണ ഏജൻസിക്ക് പോലും ആ കാര്യത്തിൽ ആത്മവിശ്വാസം പോരാ എന്നത് നമുക്ക് മനസ്സിലായതുമാണ്. അതുകൊണ്ട് ഈ തരത്തിലൊരു വിധി പൂർണ്ണമായി അവിശ്വസനീയമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും കേസിന്റെ പ്രാഥമികമായ വിവരങ്ങൾ പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതി കണ്ടെത്തുമ്പോൾ അത് വലിയ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന തെളിയിക്കാൻ 2 ഏജൻസികളും പരാജയപ്പെട്ടു. മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡും NIAയും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. 2008 സെപ്റ്റംബർ 29 വടക്കൻ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ മലേഗാവിൽ ഒരു പള്ളിക്കടുത്ത് സ്ഫോടനം ഉണ്ടാവുന്നത്. അതിൽ 6 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം അന്നുണ്ടായി. മോട്ടോർ സൈക്കിളിൽ കെട്ടിയിട്ടിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് സ്ഫോടനമുണ്ടായി എന്നുള്ളതായിരുന്നു അപ്പോൾ വന്ന വിവരങ്ങൾ.
ഹേമന്ത് കർക്കറുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയാണെന്ന് പ്രതികളെ പിടികൂടിയത്. പിന്നെ 2011 NIA അത് ഏറ്റെടുക്കുന്നു, മക്കോക്ക നിയമം പിൻവലിക്കുന്നു. അതിനുശേഷം ഈ പറഞ്ഞ NIA കേസിൽ നിന്നും മുൻ MP കൂടിയ പ്രഗ്യാ സിംഗ് താക്കൂറിനെ ഒഴിവാക്കണം എന്ന് NIA തന്നെ കോടതിയെ അറിയിക്കുന്നു. കോടതി അതിന് തയ്യാറാവാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ജഡ്ജിമാർ നിരന്തരം സ്ഥലം മാറിപ്പോകുന്ന ഒരു വിചിത്ര സാഹചര്യം. ഏറ്റവും ഒടുവിലെ ജഡ്ജി AK ലാഹോട്ടിയെ നാസിക്കിലേക്ക് മറ്റടക്കം ആ സമയത്ത് അത് വിവാദമായിരുന്നു. ഏറ്റവും ഒടുവിൽ 17 വർഷങ്ങൾക്ക് ശേഷം വിധി വരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രതികൾ കുറ്റക്കാരല്ല, കുറ്റമുക്തരാണ് എന്ന് പറയുകയാണ് കോടതി. എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. അപ്പോഴും ഈ സ്ഫോടനമുണ്ടായി, 6 പേർ കൊല്ലപ്പെടുകയും 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആ സംഭവത്തിന് ഉത്തരവാദി ആര് എന്ന ചോദ്യം അപ്പോഴും ഉത്തരവില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട്. 7 പ്രതികളെയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നാണ് കോടതി പറയുന്നത്.